നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതുതായി നടപ്പാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും യൂണിയൻ ഭാരവാഹികളും ബുധനാഴ്ച വൈകിട്ട് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി വിജയിച്ച് നാടിന് അഭിമാനമായി മാറിയ കെസ്ന റിയ ജോണിയെ തേടി അനുമോദന പ്രവാഹം. കേച്ചേരി പെരുമണ്ണ് സ്വദേശിനിയായ കെസ്നയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വീട്ടിലെത്തി അഭിനന്ദിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ പുരസ്കാരം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ടിന് IFSC വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ചടങ്ങിൽ തൃശൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് അധ്യാപകനായി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ടിന് പുരസ്കാരം സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. പുതുതായി നടപ്പാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും യൂണിയൻ ഭാരവാഹികളും ബുധനാഴ്ച വൈകിട്ട് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്. ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ കടുംപിടുത്തവുമായി മുമ്പോട്ടു പോയിരുന്ന ഗതാഗത മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടെയാണ് സമരം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സമരസമിതി തീരുമാനിച്ചത്. സമരം നടത്തി വന്നിരുന്ന മുഴുവൻ യൂണിയനുകളും സമരം പിൻവലിച്ചിട്ടുണ്ട്. യൂണിയൻ ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പുതിയ തീരുമാനങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു. എന്നാൽ സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. യൂണിയൻ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരും. ഒരു MVI ഉദ്യോഗസ്ഥൻ ഉള്ള സ്ഥലത്ത് 40 ടെസ്റ്റ് നടത്തും. 2 ഉദ്യോഗസ്ഥർ ഉള്ളിടത്ത് 80 ടെസ്റ്റ് നടത്തും. പഴയതുപോലെ എച്ചെടുക്കൽ ആദ്യം നടത്തുമെന്നും അതിനുശേഷം റോഡ് ടെസ്റ്റ് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇരട്ട ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം. മറ്റൊരു സംവിധാനം ഒരുക്കുന്നതുവരെയായിരിക്കും ഈ ഇളവുകൾ. 2 വീലർ ലൈസൻസിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് M80 വണ്ടികൾ ഒഴിവാക്കും. ഇതിനായി 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് കാലിൽ ഗിയറുള്ള വാഹനത്തിലേക്ക് നിർബന്ധമായി മാറും. ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളുടെ കാലപ്പഴക്കം 15 നിന്ന് 18 വർഷമായി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കും. ഇത് പഠിക്കുന്നതിനായി കമ്മീഷനെ നിയോഗിക്കും. KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ലൈസൻസ് എടുക്കുന്നയാളിന് അത് നല്ല ലൈസൻസ് തന്നെയായിരിക്കണം. ഡ്രൈവിംഗ് അറിയാവുന്നവർ വണ്ടി ഓടിച്ചാൽ മതി. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഈ സമരം നന്നായി എന്ന് വിശ്വസിക്കുന്നയാളാണ് താൻ. കേരളത്തിന്റെ ലൈസൻസ് രാജ്യത്ത് തന്നെ ഏറ്റവും നിലവാരമുള്ളതായി മാറണം. ഈ സമരം നല്ല ലൈസൻസ് നാട്ടിൽ ഉണ്ടാകാനും അപകടങ്ങൾ കുറയ്ക്കാനും വഴിയൊരുക്കുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ധർണ നടത്തി. ഡോക്ടർ ഇല്ലാത്തതിനാൽ 2 മാസത്തിലധികമായി ഉച്ചയ്ക്ക് ശേഷം ചികിത്സ നടക്കുന്നില്ല. മാറിപ്പോയ ഡോക്ടർക്ക് പകരം നിയമിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. വൃക്കരോഗികൾക്ക് നൽകിയിരുന്ന ഡയാലിസിസ് കിറ്റിന്റെ വിതരണവും മുടങ്ങിയിരിക്കുകയാണ്. ആശുപത്രിയോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഉടൻ ഇടപെടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണ DCC സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PS സുനീഷ്, TN നമ്പീശൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, NK കബീർ, K. ഗോവിന്ദൻകുട്ടി, MC ഐജു എന്നിവർ സംസാരിച്ചു. രഘു കരിയന്നൂർ, PM യൂസഫ്, അനിത വിൻസൻ, അഷ്റഫ് ചിറ്റണ്ട എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് കാലത്ത് ആക്കിയ ഒറ്റ FFCകളിലും പ്രാഥമിക ആരോഗ്യ PHCകളുടെ നിലവാരം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഡോക്ടർ വരും, ഉച്ചവരിക്കും, മരുന്ന് കുറിക്കും, പോവും. ഒരു ചെറിയ ഫാർമസി ഉണ്ട്. അതല്ലാതെ അവിടെ ലബോറട്ടറി സൗകര്യങ്ങളോ അതുപോലെ മൈനർ സർജറിക്കുള്ള സൗകര്യങ്ങളോ അതുപോലെ കിടത്താനുള്ള ചെറിയ അസുഖങ്ങൾക്ക് അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളോ ഇല്ല. കമ്മ്യൂണിറ്റി മെഡിക്കൽ സെന്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. അതിൻ്റെ മുകളിൽ താലൂക്ക് ആശുപത്രിയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി മെഡിക്കൽ സെന്ററിൽ 24 മണിക്കൂറും കിടത്തി ചികിത്സയുടെ സൗകര്യം ഉണ്ടാവണം. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചെറുതുരുത്തിയിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കവർന്നു. ഉഴിച്ചിൽ വൈദ്യർ റോഡിന് സമീപം താമസിക്കുന്ന കടവത്ത് വീട്ടിൽ ഹൈദർ മകൻ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് മാലയും വളയും മോതിരങ്ങളും അടക്കം
12 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. രാവിലെ വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മുറിയിൽ അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. ചെറുതുരുത്തി SI D ആനന്ദ്, SI K വിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. ഡോറ് ചാരി വെച്ച രീതിയിലാണ് കണ്ടത്. അപ്പം തന്നെ എന്താ പറയുക, ആരോ കയറി ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. വേഗം ഞാൻ പോയിട്ട് അകത്ത് പോയപ്പോൾ അൽമറയുടെ ഡോറ് തുറന്നു കിടക്കണു, ഷെൽഫ് തുറന്നു കിടക്കണു, ഗോൾഡൊന്നും അതിലില്ല, ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, വേറെ എവിടെയും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗോൾഡ് മാത്രം മൊത്തം എടുത്തിട്ട് പോയിക്കണ്. ഞങ്ങളുടെ റൂമിലത്തെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പത്തിന് അവിടെ നിന്ന് ആൾ വന്നു, ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പട്ടാമ്പി കൊടല്ലൂരിൽ വീട് കുത്തി തുറന്ന മോഷണം. 5 പവനോളം സ്വർണ്ണാഭരണവും പണവും മോഷണം പോയി. പട്ടാമ്പി കൊടലൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം. 5 പവനോളം സ്വർണ്ണാഭരണവും പണവുമാണ് മോഷണം പോയത്. കൊടലൂർ മാങ്കൂട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ബാലകൃഷ്ണൻ വിദേശത്താണ്. ഭാര്യ ജ്യോതിയും മകൾ ദേവിക ലക്ഷ്മിയുമാണ് വീട്ടിൽ താമസം. തിങ്കളാഴ്ച രാവിലെ വീട് പൂട്ടിപ്പോയ വീട്ടുകാർ ബുധനാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. അലമാറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കളവ് പോയത്. വീട്ടിലെ സാധന സാമഗ്രികളെല്ലാം വലിച്ചു വാരിട്ട നിലയിലുമാണ്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. യാത്ര പോയിരുന്നു. വന്നപ്പോൾ ഗേറ്റ് തുറന്നു. ഡോറ് തുറക്കാൻ വന്നപ്പോൾ ഡോറ് തുറന്ന് അങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തിരക്ക് കൂട്ടിയത് തിരക്ക് എല്ലാവരും വിളിച്ചു കൂട്ടി. അങ്ങനെ അകത്ത് പോയപ്പോൾ ഡ്രസ്സൊക്കെ കിടക്കുന്നപ്പോൾ ഉള്ളിലേക്ക് ഓടി പോയപ്പോൾ എല്ലാവരും വാരി വലിച്ചിട്ട് കണ്ടു. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇവരെല്ലാവരും വന്നപ്പോൾ പോലീസിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വന്നു, നോക്കിയിട്ട് പറഞ്ഞവർ കൂടെ ചില അങ്ങനെ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയി. വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് ഡോഗ് തെക്കുമുറി റോഡ് വരെ പോയതിനു ശേഷം തിരിച്ചു വരികയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി പൊളിച്ച റോഡുകൾ നന്നാക്കിയില്ല. ഇതോടെ പല റോഡുകളും മണ്ണ് നിറഞ്ഞ നിലയിലായി. പ്രധാന റോഡുകളിൽ പലയിടത്തും പൈപ്പിട്ട ഭാഗത്ത് മെറ്റൽ നിരത്തിയിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് ടാർ വിരിച്ചില്ല. മഴയിൽ പലയിടത്തും മെറ്റൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്തു. ആദ്യം പൈപ്പിട്ട കാട്ടകമ്പാൽ ചിറക്കൽ റോഡിൽ ടാർ വിരിച്ചിരുന്നു. എന്നാൽ പിന്നീട് പൈപ്പിട്ട ഭാഗത്തെല്ലാം മണ്ണിട്ട് മൂടുക മാത്രമാണ് ചെയ്തത്. മഴയിൽ പലയിടത്തും മണ്ണ് റോഡിലേക്ക് ഒഴുകി ചെളി നിറയുകയും ചെയ്തു. റോഡിന് കുറുകെ പൈപ്പിട്ട ഭാഗത്തും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. മഴക്കാലത്തിന് മുൻപ് റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുന്നിലക്കുളം പഞ്ചായത്തും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും ശില്പശാലയും സംഘടിപ്പിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ ആലത്തയിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ദേവകി, ഹാജര, അബു താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് തല പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി PP വിനോദ് കുമാറും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസണും അവതരിപ്പിച്ചു. പഞ്ചായത്ത് തലത്തിൽ നടത്തേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആക്ഷൻ പ്ലാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണനും അവതരിപ്പിച്ചു. 18, 19 തീയതികളിൽ പഞ്ചായത്തിലെ പൊതുസ്ഥല ശുചീകരണവും വാർഡ് തലങ്ങളിലെ ശുചീകരണവും നടത്താൻ തീരുമാനിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ പൊതുകിണറുകളും സ്വകാര്യ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യുവാനും സോഴ്സ് എലിമിനേഷൻ പ്രവർത്തനങ്ങൾ വാർഡ് തല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയമായി നടത്തുവാനും തീരുമാനമായി. മുഴുവൻ വാർഡ് തല കമ്മിറ്റി യോഗങ്ങളും 20-ാം തീയതിക്ക് മുമ്പ് നടത്തുവാനും എല്ലാ വാർഡുകളിലും ഡിപ്പോ ബ്ലീച്ചിംഗ് പൗഡർ എത്തിക്കാനും ധാരണയായി. പഞ്ചായത്തിലെ മുഴുവൻ ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും സംയുക്തമായി ഒരു വാർഡിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ദിവസം വാർഡിലെ മുഴുവൻ വീടും കയറി ആരോഗ്യ സ്റ്റാറ്റസ് തയ്യാറാക്കുന്നതിന് വാർഡ് തല കമ്മിറ്റിയുടെ സഹായത്താൽ കുടുംബശ്രീ അംഗങ്ങളുടെ സഹകരണം ഉറപ്പാക്കാനും തീരുമാനമെടുത്തു. മുഴുവൻ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കും. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പൊതുകാനയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്ന ഉടമകൾക്കെതിരെ നിയമപരമായി നോട്ടീസ് നൽകും. പൊതുജനാരോഗ്യ നിയമപ്രകാരം പിഴ ഈടാക്കുകയും പഞ്ചായത്തിലെ മുഴുവൻ ക്വാർട്ടേഴ്സുകളിലും ശുചിത്വ സംവിധാനങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. പഞ്ചായത്ത് പരിധിയിലെ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളി പ്രതിനിധികൾ, CDS മെമ്പർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം.
ചാവക്കാട് നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും മാലിന്യ മുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, PS അബ്ദുൾ റഷീദ്, MR രാധാകൃഷ്ണൻ, KV സത്താർ ഉൾപ്പെടെയുള്ള കൗൺസിൽ അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി MS ആകാശ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റീഷ്മ P, നഗരസഭയുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രമേശ് കുമാർ KA, CDS ചെയർപേഴ്സൺ ജീന രാജീവ്, ആരോഗ്യവകുപ്പ്, KSCB തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ തലവന്മാർ, നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, സ്കൂൾ പ്രധാന അധ്യാപകർ, ആശാപ്രവർത്തകർ, യൂത്ത് കോർഡിനേറ്റർ, ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. കുന്നംകുളത്ത് നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമായത്. കക്കാട് അമ്പലത്തിന് സമീപത്തെ കാർ AC സർവീസ് സെന്ററിൽ നിർത്തിയിട്ട കാറിനാണ് തീപിടിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. തീപിടുത്തത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ ലൈജു, ആദർശ്, നവാസ്, ബാബു, റഫീഖ്, ടോണി, ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘമാണ് തീയണച്ചത്. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം അഞ്ഞൂർകുന്നിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പ്രതികൾ പിടിയിലായി. യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ഞൂർകുന്ന് സ്വദേശി മുണ്ടന്തറ വീട്ടിൽ 28 വയസ്സുള്ള രാഹുൽ, ചിറ്റഞ്ഞൂർ സ്വദേശി കരുമത്തിൽ വീട്ടിൽ 35 വയസ്സുള്ള സുനീഷ് എന്നിവരെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി വിജയിച്ച് നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കെസ്ന റിയ ജോണി. 1200-ൽ 1200 മാർക്കും സ്വന്തമാക്കിയാണ് കേച്ചേരി പെരുമണ്ണ് സ്വദേശിനിയായ കെസ്ന വിജയപഥത്തിൽ താരമായി മാറിയത്. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന കെസ്ന അഭിമാന വിജയത്തിലൂടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ വിരലിൽ എണ്ണാവുന്നവരാണ് മുഴുവൻ മാർക്കും വാങ്ങി +2 എന്ന കടമ്പ കടന്നിട്ടുള്ളത്. കഠിന പ്രയത്നത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പിൻബലത്തിലാണ് ഇതിൽ ഒരാളായി മാറാൻ കെസ്നയ്ക്ക് കഴിഞ്ഞത്. SSLC പരീക്ഷയിലും മികച്ച വിജയം നേടിയ കെസ്ന +2-ന് നല്ല മാർക്ക് വാങ്ങി വിജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പരീക്ഷ എഴുതിയത്. അത് ഇംഗ്ലീഷിന് ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. കാരണം ഇംഗ്ലീഷിന് പൊതുവെ മാർക്ക് കിട്ടാറില്ല ആർക്കും. അപ്പോൾ 100 കിട്ടുമെന്നൊക്കെ ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ എക്കണോമിക്സ് നല്ല ടഫ് എക്സാം ആയിരുന്നു, എല്ലാവർക്കും ടഫായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു ടഫാന്ന്. അപ്പോൾ അതിന് 1 മാർക്ക് പോയേക്കാം എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ മാർക്ക് കിട്ടിയപ്പോൾ എല്ലാത്തിനും ഫുള്ള്. ഫലം വന്നപ്പോൾ മുഴുവൻ മാർക്കും നേടാനായി എന്നത് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് കെസ്ന പറഞ്ഞു. എനിക്ക് ആദ്യമൊക്കെ നല്ലൊരു സന്തോഷം പോലെയായിരുന്നു, നല്ലൊരു നേട്ടമാണല്ലോ എന്ന്. പിന്നെ സാധാ പോലെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവർക്കാണ് ഏറ്റവും സന്തോഷം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിനും പിന്നെ പാരൻസിനും പിന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിനും വേണ്ടി സമർപ്പിക്കും. ചില വിഷയങ്ങളിൽ മുഴുവൻ മാർക്കും ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ആശങ്കകളെല്ലാം അസ്ഥാനത്തായി മാറുകയും അഭിമാന നേട്ടം കൊയ്തെടുക്കുകയുമായിരുന്നു ഈ മിടുക്കി. 10ാം തരത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിജയിച്ചപ്പോഴും ഇപ്പോൾ +2 പരീക്ഷയിൽ ചരിത്ര വിജയം നേടിയപ്പോഴും ട്യൂഷന് പോയിട്ടില്ലെന്നത് കെസ്നയുടെ വിജയത്തിന്റെ മാറ്റുകൂട്ടുകയാണ്. തന്റെ നേട്ടത്തിന്റെ ക്രെഡിറ്റ് മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി പങ്കുവയ്ക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. മൂന്നാർ സ്വദേശിയും ഷെഫുമായ പാറയിൽ ജോണിയുടെയും തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റായ ക്ലോട്ടിൽഡയുടെയും മൂത്ത മകളാണ് കെസ്ന. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ക്രെസിയ റിസ് ജോണി സഹോദരിയാണ്. തുടർ പഠനത്തിന് BA ഹിസ്റ്ററിക്ക് ചേർന്ന് ഭാവിയിൽ ആർക്കിയോളജി വകുപ്പിൽ ജോലി സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് കെസ്നയ്ക്കുള്ളത്. വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറി അഭിമാനമായി മാറിയ കെസ്ന കേച്ചേരി നിവാസികളുടെ അഭിമാന താരമാണിപ്പോൾ. CCTV ന്യൂസ്, കേച്ചേരി.
+2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും ലഭിച്ച കേച്ചേരി സ്വദേശി കെസ്നാറിസ് ജോണിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അനുമോദിച്ചു. കേച്ചേരി പെരുമണ്ണിലെ വസതിയിലെത്തിയാണ് അനുമോദനം അറിയിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, മറ്റ് ജനപ്രതിനിധികളായ VP ലീല, സുനിത ഉണ്ണികൃഷ്ണൻ, CPI നേതാക്കളായ CJ ജിജു മാസ്റ്റർ, PS ജയൻ എന്നിവർ സംബന്ധിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഞായറാഴ്ച ആരംഭിച്ച യജുർവേദ ലക്ഷാർച്ചനയ്ക്ക് ആമലൂർ നാരായണൻ നമ്പൂതിരി, കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി തുടങ്ങിയ വേദപണ്ഡിതർ കാർമ്മികത്വം വഹിച്ചു. 19-ാം തീയതി ഞായറാഴ്ച കളഭാഭിഷേകത്തോടുകൂടി ലക്ഷാർച്ചനയ്ക്ക് സമാപനമാകും. ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി, ട്രഷറർ ഭാസ്കര കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും. കടവല്ലൂർ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെടുന്തൂണായിരുന്ന ഉണ്ണി നായരുടെ 3ാം അനുസ്മരണ സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. CPM കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിപ്പലശ്ശേരി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ശേഷം കസ്തൂർബ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂരിന്റെ മണ്ണിൽ പാർട്ടിയുടെ അടിത്തറ ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ധാർമ്മികതയുടെ പക്ഷത്തുനിന്നും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ ഉണ്ണിനായർ പ്രസ്ഥാനത്തിന് മാതൃകയായിരുന്നു എന്ന് ശശിധരൻ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K കൊച്ചനിയൻ, KB ജയൻ, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന അനുമോദന സദസ്സ് CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഒരടി പോലും ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ദുർബലമായ പാർട്ടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലതുപക്ഷ ശക്തികളും വർഗീയ ശക്തികളുടെയും താവളമാണ് കടവല്ലൂർ പഞ്ചായത്ത്. ആ പഞ്ചായത്തിലാണ് ഉണ്ണിയേട്ടൻ പാർട്ടിയെ നയിക്കുന്നത്. മേഖലയിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അദ്ദേഹം ഉപഹാരം നൽകി അനുമോദിച്ചു. CPIM കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KE സുധീർ, നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പ്രകൃതി സംരക്ഷണത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ പുരസ്കാരം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ടിനെ സമ്മാനിച്ചു. IFSC വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് തൃശൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് അധ്യാപകനായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ടിന് പുരസ്കാരം സമ്മാനിച്ചത്. കാലാവസ്ഥയിലെ വേറിട്ട ഗവേഷണ പ്രവർത്തനങ്ങൾ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പരിപാലന പ്രവർത്തനം, NSS ഓഫീസറായിരിക്കുമ്പോൾ ചെയ്ത വനവൽക്കരണ പ്രവർത്തനങ്ങൾ, നിരവധി പ്രകൃതി സംരക്ഷണ മാലിന്യ ലഘൂകരണ ബോധവൽക്കരണ ചിത്രങ്ങളുടെ തിരക്കഥകൾ എന്നിവ പരിഗണിച്ചാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. പത്മശ്രീ മീനാക്ഷിയമ്മ ഗുരുക്കൾ, പത്മശ്രീ MK കുഞ്ഞോൽ മാസ്റ്റർ എന്നിവർ ചേർന്ന് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. IFSC പ്രസിഡന്റ് K ഗണേശൻ അധ്യക്ഷനായി. തമിഴ്നാട് പോലീസ് റിട്ടയേർഡ് DCP A മണിവർണ്ണൻ, AIMAA ചെയർമാൻ ഡോക്ടർ വെങ്കടേഷ്, കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ, അമേരിക്കൻ വനിതാ ട്രീവ പട്ടറ്റ്, കേരള കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവി മോഹനകൃഷ്ണൻ, IFSC കാർബൺ ന്യൂട്രൽ ക്ലബ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പരമേശ്വരൻ എന്നിവർ സംബന്ധിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ കാർബൺ ന്യൂട്രൽ ക്ലബിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. CCTV ന്യൂസ് കേച്ചേരി. മരത്തങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കവാടം ഒരുങ്ങുന്നു. വിദ്യാലയ സംരക്ഷണത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് പുതിയ കവാടവും ചുറ്റുമതിലും വെള്ളക്കെട്ട് ഒഴിവാക്കി ടൈൽ വിരിക്കുന്ന പ്രവൃത്തിയും നടത്തുന്നത്. 50 വർഷം പിന്നിട്ട വിദ്യാലയത്തിന്റെ സ്മാരകമായിട്ടാണ് കവാടം അറിയപ്പെടുകയെന്നും വിദ്യാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2024-2025 വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായും ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. ചാലിശ്ശേരി CSA ഫുട്ബോൾ ടൂർണമെന്റ് ബേസ് പെരുമ്പാവൂർ ജേതാക്കളായി. കലാശ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്ക് യൂറോ FCയെ പരാജയപ്പെടുത്തിയാണ് പെരുമ്പാവൂർ ജേതാക്കളായത്. കഴിഞ്ഞ 27 ദിവസങ്ങളിലായി നടന്ന ഫൈനൽ മത്സരത്തിൽ ആയിരക്കണക്കിന് കായിക പ്രേമികൾ മൈതാനം കൈയടക്കി. ഗാലറി നിറഞ്ഞു കവിഞ്ഞതോടെ മൈതാനത്ത് ഇരുന്നും നിന്നുമാണ് സ്ത്രീകളും കുട്ടികളും കളി കണ്ടത്. മഞ്ഞുമൽ ബോയ്സിലെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള 10ഓളം പേർ വിശിഷ്ടാതിഥികളായി. കളിയുടെ 6ാം മിനിറ്റിൽ മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നിന്ന്
ഫ്രീ കിക്കിലൂടെ ലഭിച്ച തകർപ്പൻ ഷോട്ടിലൂടെ പട്ന ആദ്യ ഗോളടിച്ചു. വാശിയേറിയ മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ പെരുമ്പാവൂർ ഗോൾ തിരിച്ചടിച്ചു. വാദ്യമേളങ്ങളും ആർപ്പുവിളികളുമായി ആയിരങ്ങൾ ഇരുവിഭാഗം ടീമുകൾക്ക് പിന്തുണ നൽകിയതോടെ കളി ആവേശമായി. 16 മിനിറ്റിൽ പെരുമ്പാവൂർ ഗോളടിച്ച ലീഡ് ഉയർത്തി. രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചെങ്കിലും ഗോളുകൾ പിറന്നില്ല. ഫുഡ്ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫി ന്യൂ ബസാർ ബേസ് പെരുമ്പാവൂരും ഇസ ഗോൾഡൻ ഡയമണ്ട് കൂറ്റനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫി FC പട്നയും ഏറ്റുവാങ്ങി. ടൂർണമെന്റ് വിജയികൾക്ക് SFA സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, വാഹിദ്, വേണാട് മന നാരായണൻ നമ്പൂതിരിപ്പാട്, മിൻഷാദ്, അഷ്റഫ് തുടങ്ങിയവർ ചേർന്ന് സമ്മാനിച്ചു. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. ചാലിശ്ശേരി CSA ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിന് വിശിഷ്ടാതിഥികളായി എത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് കായിക പ്രേമികൾക്ക് തരംഗമായി. 2024 പുറത്തിറക്കിയ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയമായി മാറിയ ഇന്ത്യൻ മലയാള ഭാഷാ ത്രില്ലർ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിൽ അഭിനയിച്ച ടീമംഗങ്ങളുടെ താരപ്രഭ ചാലിശ്ശേരി CSI ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിന് പൂരപ്പൊലിമയുടെ മറ്റൊരു താരസംഗമമായി. ഗുണാക്കേവിലകപ്പെട്ട ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള അനുഭവം വിവരിച്ച യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സിലെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിൽ സിജു ഡേവിഡ്, സിക്സൺ, ജിൻസൺ, സുഭാഷ്, പ്രസാദ്, സിജു, കൃഷ്ണകുമാർ, സുധി, അഭിലാഷ്, സുജിത് എന്നിവരാണ് ചാലിശ്ശേരിയിലെത്തിയത്. സിനിമയിലെ പാട്ടിന്റെ താളത്തിനൊപ്പം താരങ്ങൾ മൈതാനത്തേക്ക് പ്രവേശിച്ചു. കൈകൾ വീശി താര ടീമംഗങ്ങൾ മൈതാനത്ത് ചുറ്റും പാറി നടന്നു. ഗാലറിയിലെ ആയിരക്കണക്കിന് കായിക പ്രേമികൾ ആർപ്പ് വിളിച്ച് മഞ്ഞുമ്മൽ ബോയ്സിനെ സ്വീകരിച്ചു. വിശിഷ്ടാതിഥിയായി എത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് ഫൈനൽ ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ്, TK സുനിൽകുമാർ, ബിജു കടവാരത്ത് എന്നിവർ ചേർന്ന് മഞ്ഞുമ്മൽ ബോയ്സ് ടീമംഗങ്ങളെ ആദരിച്ചു. ഫൈനൽ മത്സരവും ആസ്വദിച്ചാണ് അവർ മടങ്ങിയത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. അകലാട് ഗാദരിയ പള്ളി മദ്രസിന്റെ ആഭിമുഖ്യത്തിൽ വരുമാനം സ്വരൂപിക്കാൻ വേണ്ടി നിർമ്മിച്ച ഭവന നിർമ്മാണ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച വീട് കമ്മിറ്റിക്ക് സമർപ്പിച്ചു. അകലാട് MIC റോഡ് പരിസരത്താണ് പള്ളി മദ്രസ വരുമാന മാർഗം ലക്ഷ്യം വെച്ച് വീടുകൾ നിർമ്മിക്കുന്നത്. സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഭൂമിയും 1000 ചതുരശ്ര അടിയിൽ വീടുകളും നിർമ്മിക്കുന്നത്. 15 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം നടത്തിയത്. കുറഞ്ഞ വാടക നിരക്കിലാണ് നിബന്ധനകളോടുകൂടി ആവശ്യക്കാർക്ക് വീടുകൾ നൽകുന്നത്. ബുധനാഴ്ച അസ്തർ നിസ്കാരാനന്തരം നടത്തിയ സമർപ്പണ ചടങ്ങിൽ ഗാദരിയ പള്ളി ഖത്തീബ് ജാബിർ ഫൈസി പ്രാർത്ഥന നടത്തി. വാർഡ് മെമ്പറും കമ്മിറ്റി സെക്രട്ടറിയുമായ C അഷ്റഫ്, പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, ട്രഷറർ V കരീം, അകലാട് ഒറ്റൈനി പള്ളി ഇമാമും അൽ മദ്രസത്തുൽ ഗാദരിയ അധ്യാപകനുമായ ഷെരീഫ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ മഹമ്മൂദ് ഹാജി, KV ഹസൻ, MV മുഹമ്മദ് അലി, RV അലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് വൃന്ദാവൻ ബാലഗോകുലം വയലത്തൂർ ഗോകുല വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. ഹരികൃഷ്ണ VJ ഗോകുല എന്നിവരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ തൃഷ്ണ സ്മിതേഷ് സ്വാഗതം പറഞ്ഞു. PN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. അമ്പിളി അരവിന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. ചിത്ര ജിതേഷ് ഒരു വർഷത്തെ ഗോകുല വൃത്തം അവതരിപ്പിച്ചു. ഗൗരി രമേശ് സന്ദേശം വായിച്ചു. അനിത ഷാജൻ കയ്യെഴുത്ത് മാസിക പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് ഗോകുല അംഗങ്ങളുടെയും അമ്മമാരുടെയും പ്രതിഭാ പ്രദർശനം ഉണ്ടായി. ജിതേഷ് ഭാരവാഹി പ്രഖ്യാപനം നടത്തി. ബാബു അയോധ്യ സുവർണ ജയന്തി സന്ദേശം നൽകി. തുടർന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ കുട്ടികളെയും കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികളെയും താലൂക്ക് കാര്യദർശി മധു കുഴിങ്ങര അനുമോദിച്ചു. സാന്ദ്ര സുനിൽ നന്ദി പറഞ്ഞു. ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി കൊടിമര ഘോഷയാത്ര നടത്തി. KB സുകുമാരന്റെ വസതിയിൽ നിന്നാണ് താളത്തിന്റെ അകമ്പടിയോടുകൂടി കൊടിമരം ക്ഷേത്രത്തിൽ എത്തിച്ചത്. മെയ് 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് ഏകാദശി മഹോത്സവം നടത്തുന്നത്. രാവിലെ വിശേഷാൽ പൂജകൾ, നാരായണീയ പാരായണം, കലശാഭിഷേകം, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും. 15 രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 9:30 കൊടിക്കൂറ വരവേൽപ്പ്, തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറ്റ് ചടങ്ങുകളുണ്ടായി. ബ്രഹ്മശ്രീ ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നൃത്യങ്ങൾ അരങ്ങേറി. തുടർ ദിവസങ്ങളിൽ രാവിലെ വിശേഷാൽ പൂജകളും വൈകിട്ട് വിവിധ കലാപരിപാടികളും ഉണ്ടാകും. 20 രാവിലെ ദ്വാദശി ആറാട്ട് ദിവസം ആറാട്ടുകടവിൽ ദർശനം, പറ, കലശം, അഭിഷേകം, വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ദേശപൂരം വരവും ഉണ്ടാകും. കേരളത്തിലെ തലയെടുപ്പുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി സാധു, പുതുപ്പള്ളി കേശവൻ, ഗജരാജൻ, അമ്പാടി ബാലനാരായണൻ തുടങ്ങി 10-ൽ പരം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. രാവിലെ 11-നും വൈകിട്ട് 6:20-നും ആൽത്തറമേളം, രാത്രി 7-ന് ഓട്ടോ ഡ്രൈവേഴ്സ് ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KB സുകുമാരൻ, സെക്രട്ടറി ശ്യാം പനമുക്കിൽ,
വൈസ് പ്രസിഡന്റ് മുരളീധരൻ പുലിയത്ത്, ജോയിന്റ് ട്രഷറർ MG സുരേഷ് തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും. CCTV ന്യൂസ് പുന്നയൂർകുളം. CBSE 10-12 പരീക്ഷകളിൽ വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിന് 100 മേനി വിജയം. +2 പരീക്ഷയിൽ 63 വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റിങ്ഷനും 76 വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. 21 വിദ്യാർത്ഥികൾ 90% മുകളിൽ വിജയം സ്വന്തമാക്കി. സ്കൂളിന് ഉന്നത വിജയം സമ്മാനിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും സ്കൂൾ മാനേജ്മെന്റ് അനുമോദനം അറിയിച്ചു. പച്ചക്കറി കൃഷിയിൽ സ്വന്തം രീതികൾ പരീക്ഷിച്ച് വിജയം നേടിയ പത്മനാഭന് വീണ്ടും പുരസ്കാരം. ഈ വർഷത്തെ അക്ഷയശ്രീ ജൈവ കർഷക അവാർഡാണ് പത്മനാഭന് തേടിയെത്തിയത്. കടങ്ങോട് വടക്കേക്കര വീട്ടിൽ പത്മനാഭന് ഇപ്പോൾ പ്രായം 67. തന്റെ 18ാമത്തെ വയസ്സിലാണ് പത്മനാഭൻ കാർഷിക വൃത്തിയിൽ പ്രവേശിച്ചത്. കൃഷി പ്രധാന ഉപജീവന മാർഗമാക്കി മാറ്റിയത് 30ാമത്തെ വയസ്സ് മുതൽ. ഈ കാലയളവിനുള്ളിൽ പഞ്ചായത്ത്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ പത്മനാഭനെ തേടിയെത്തിയിട്ടുണ്ട്. ആലപ്പുഴ സരോജിനി ഫൗണ്ടേഷനാണ് ഈ വർഷം അക്ഷയശ്രീ അവാർഡ് നൽകി ആദരിച്ചത്. ബലകവും പ്രശസ്തി പത്രവും 50,000 രൂപയും അടങ്ങുന്നതാണ് മികച്ച ജൈവ കർഷകനുള്ള അവാർഡ്. ഒരു 35 കൊല്ലമായിട്ട് ഫുള്ള് ജൈവ കൃഷിയാണ്. ആ കൃഷിയിൽ എനിക്ക് ഒരു 6ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ജൈവ കർഷക അവാർഡ് ആലപ്പുഴയിൽ വെച്ചിട്ടായിരുന്നു. 50,000 രൂപയും ഒരു പ്രശസ്തി പത്രവും എല്ലാം എനിക്ക് പ്രാവശ്യം ലഭിച്ചിരുന്നു. ഇപ്പോഴും നല്ലപോലെ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുന്നതിനോടൊപ്പം സ്വന്തമായി വിളകൾ വികസിപ്പിച്ച് വിജയിപ്പിക്കുന്നു എന്നതാണ് പത്മനാഭൻ എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. കാർഷിക ഗവേഷണ വിദ്യാർത്ഥികളും വിദേശ കാർഷിക സംഘങ്ങളും പത്മനാഭന്റെ കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ എത്താറുണ്ട്. സ്വന്തം കൃഷിയിടത്തിനു പുറമെ താൽപ്പര്യമുള്ളവർക്ക് തോട്ടങ്ങൾ ഒരുക്കിക്കൊടുത്തും ജൈവ കൃഷിക്ക് വലിയ പ്രോത്സാഹനമാണ് പത്മനാഭൻ നൽകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് പത്മനാഭനെ അംഗീകാരങ്ങൾ തേടിയെത്താൻ ഇടയാക്കുന്നത്. CCTV ന്യൂസ് എരുമേലി. പോർക്കുളം പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന വെട്ടിക്കടവ് പാലത്തിന് സമീപം റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ല. മങ്ങാട് മുതൽ കിഴൂർ വരെയുള്ള റോഡ് 2 വർഷം മുൻപ് ആധുനിക രീതിയിൽ നവീകരിച്ചിരുന്നു. പാലത്തിന് സമീപം റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും നടപ്പിലായില്ല. മഴക്കാലത്ത് റോഡിന് ഇരുവശവും വെള്ളം നിറയുക പതിവാണ്. വീതി കുറഞ്ഞ പാലം റോഡിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ അപകടമുണ്ടാകുമെന്ന പേടിയിലാണ് നാട്ടുകാർ. ഇരുവശത്തും പാഴ്പുല്ലുകൾ നിറഞ്ഞതോടെ റോഡിന്റെ വശം കാണാൻ കഴിയാത്ത നിലയിലാണ്. പാലം റോഡിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്ത് നിന്ന് 80 ലക്ഷം രൂപ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ചെറുതുരുത്തി പോലീസ് ഇൻസ്പെക്ടർ ബോബി വർഗീസ് നേതൃത്വം നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ കൊച്ചിൻ പാലത്തിന് സമീപം കാറിൽ കടത്തുകയായിരുന്ന 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹാൻസ് പിടിച്ചെടുത്തു. വാഹനം ഓടിച്ചിരുന്ന ഒറ്റപ്പാലം സ്വദേശി ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്തതോടെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വിതരണം ചെയ്യാനായി എത്തിച്ച ഹാൻസിന്റെ വൻ ശേഖരം പിടിച്ചെടുത്തത്. തുടർന്ന് പഴയന്നൂർ, ഒറ്റപ്പാലം പോലീസിന്റെയും നേതൃത്വത്തിൽ മായന്നൂർ തീപ്പാറ അങ്ങലൂർ വീട്ടിൽ ചന്ദ്രശേഖരന്റെ മകൻ അനൂപിന്റെ വീട്ടിലെ കാർ പാർക്കിൽ ഓട്ടോറിക്ഷയിലും ഇന്നോവ കാറിലുമായി സൂക്ഷിച്ചിരുന്ന 9,000 ഹാൻസ് പാക്കറ്റുകൾ പിടിച്ചെടുത്തു. തമിഴ്നാട്ടിൽ നിന്നാണ് ലോഡ് കണക്കിന് പുകയില എത്തിക്കുന്നത്. ഒറ്റപ്പാലം സ്വദേശിയായ റഷീദിന്റെ ആൾതാമസമില്ലാത്ത ഗോഡൌണിൽ നിന്ന് 1 ലക്ഷം ഹാൻസ് പാക്കറ്റും കണ്ടെത്തി. അതേസമയം പോലീസ് പരിശോധന നടത്തുന്നതറിഞ്ഞ് പ്രതി റഷീദ് മുങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് ഹാൻസ് ലോഡ് കൊണ്ടുവന്നതിന് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു റഷീദ്. ചെറുതുരുത്തി ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സബ് ഇൻസ്പെക്ടർ DS ആനന്ദ്, സബ് ഇൻസ്പെക്ടർ K ബിനു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത്, ഓഫീസർ ശ്രീദേവി, CPO അനൂപ്, CPO ജയകുമാർ, അനീഷ്, ജെനിമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഹാൻസ് പിടികൂടിയത്.
നമ്മളുടെ കൊച്ചിൻ ബ്രിഡ്ജിൻ്റെ സമീപത്ത് വെച്ചാണ് വൻ ലഹരി വേട്ട നടന്നത്. തുടർന്നും ഉള്ള പരിശോധനയിലും വീണ്ടും ലഹരി വേട്ടയുണ്ടായി. അപ്പോൾ ഏകദേശം 1 കോടി രൂപയോളം വിലമതിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ദുബായ് ബുഡോക്കാൻ കപ്പ് 2024 അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് വർണ്ണശബളമായ കൊടിയിറക്കം. വ്യത്യസ്ത വേദികളിലായി 2 ദിവസം നീണ്ടുനിന്ന ബുഡോക്കാൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ 10ാമത് പതിപ്പിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായി 1000ഓളം ആയോധന കലാ വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. ദുബായ് പോലീസ് ബാൻഡിന്റെ വർണ്ണശബളമായ സംഗീത പരിപാടികളോടുകൂടി തുടക്കം കുറിച്ച ചാമ്പ്യൻഷിപ്പ് ദുബായ് പോലീസിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് ഓഫ് ഈവന്റ് കോർഡിനേറ്റർ ഫാത്തിമ ബുഹാജിർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രഞ്ജിഷി രഞ്ജിത്ത് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. അബ്ദുൾ ലത്തീഫ് സ്വാഗതവും ഡോക്ടർ സ്വപ്ന നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ പ്രദർശനവും ഉണ്ടായി. ഗുരുവായൂർ ഊർജ്ജമിത്ര സംഘടിപ്പിച്ച കാർഷിക യോഗം ചാവക്കാട് നടന്നു. നിലവിൽ സൗജന്യ കാർഷിക വൈദ്യുതി കണക്ഷനുള്ള കർഷകരുടെയും പാടശേഖര സമിതിയുടെയും യോഗമാണ് ചാവക്കാട് നഗരസഭ ഹാളിൽ ചേർന്നത്. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സോളാറിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി കൗൺസിലർമാരും പങ്കെടുത്തു. KSEB ഗുരുവായൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജി എം ഊർജ്ജ സംരക്ഷണത്തിൻ്റെ കുറിച്ചും കാര്യക്ഷമതയുള്ള 5 സ്റ്റാർ ഗൃഹോപകരണങ്ങളെക്കുറിച്ചും വൈദ്യുതി സംരക്ഷണത്തെക്കുറിച്ചും വിശദമായ ക്ലാസ് എടുത്തു. പ്രകൃതിയോടിണങ്ങിയ ജീവിത രീതിയും നിലവിൽ കാർഷിക കണക്ഷനുള്ളവർക്ക് സൗജന്യ സോളാർ നൽകുന്നതുമായി ബന്ധപ്പെട്ട PM പദ്ധതിയെക്കുറിച്ചും വീടുകളിലേക്ക് 78,000 രൂപ സബ്സിഡിയോടുകൂടിയുള്ള സോളാർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും EMC റിസോഴ്സ് പേഴ്സൺ വസന്തൻ AA സംസാരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. എരുമപ്പെട്ടി നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. ആറ്റത്തറ ഇടമനപ്പടി വീട്ടിൽ നന്ദകുമാറിനാണ് പരിക്ക്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. PT കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ അനുസ്മരണവും കടവല്ലൂർ വടക്കുമുറി മഹലിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കുള്ള യാത്രയയപ്പും നടന്നു. ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും PT ഉസ്താദ് അനുസ്മരണ പ്രഭാഷണവും മഹല്ല ഖത്തീബ് KK സുലൈമാൻ ദാരിമി നിർവഹിച്ചു. 3 പുരുഷന്മാരും 5 സ്ത്രീകളും അടക്കം 8 പേരാണ് മഹലിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ യാത്രയാകുന്നത്. മഹൽ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, സെക്രട്ടറി സെയ്ദാലി ഹാജി, കമ്മിറ്റി അംഗങ്ങളായ M ഹസൻകുട്ടി, മൊയ്തീൻ MA സൈനുദ്ദീൻ, മൊയ്തീൻ AA, OSF പ്രതിനിധി മുഹമ്മദ് സഹൽ PM, SKSF പ്രതിനിധി നാസർ MA, കടമ കമ്മിറ്റി പ്രതിനിധി മുഹമ്മദ് ആഷിഖ് MH, അബ്ദുറഹ്മാൻ ഫൈസി, ജമാലുദ്ദീൻ MA തുടങ്ങിയവരും മഹല്ല നിവാസികളും സംബന്ധിച്ചു. 2024 ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മന്ദലാംകുന്ന് ഡ്രാഗൺ കരാട്ടെ ക്ലബിന് വിജയത്തിളക്കം. കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആണ് 46ാമത് ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നത്. കത്ത ഇനത്തിൽ 5 വിന്നേഴ്സ് ട്രോഫിയും സർട്ടിഫിക്കറ്റും, കുമിത്ത വിഭാഗത്തിൽ 4 റണ്ണറപ്പ് ട്രോഫിയും സർട്ടിഫിക്കറ്റും നേടി. ഷിഹാൻ മുഹമ്മദ് സലേഹിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഗൺ കരാട്ടെ സെമ്പായിമാരായ നഹാന, നിഹാൽ, ശിവദത്തൻ, അനസ്, റംസാൻ, ഷാഹിൻ എന്നിവരാണ് ഡ്രാഗൺ കരാട്ടെ ക്ലബിന്റെ അഭിമാനം ഉയർത്തിയത്. ഒഫീഷ്യൽ പാർട്ടിസിപ്പന്റായി സംഭായിമാരായ നിഷാദ്, അലീന, സുരേന്ദ്രൻ, ഷിഫ, ഷിഹാബ് എന്നിവരും പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,700 രൂപ, സ്വർണം പവന് 53,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചർമ്മം വേലൂർ കുറുമാൽ കുന്നത്ത് വീട്ടിൽ ലക്ഷ്മണൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. നളിനി ബാലയും വിനോദ്, വിപിൻ എന്നിവർ മക്കളുമാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ പരേതനായ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസി ഭാര്യ മേരി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ സെമിത്തേരിയിൽ നടക്കും. പരേതയായ അൽഫോൻസ, അനിത, ജയ, ജെസ്സി, ജോസഫ്, പരേതയായ പ്രിൻസ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പുതുതായി നടപ്പാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും യൂണിയൻ ഭാരവാഹികളും ബുധനാഴ്ച വൈകിട്ട് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്.
എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി വിജയിച്ച് നാടിന് അഭിമാനമായി മാറിയ കെസ്നാറിയ ജോണിയെ തേടി അനുമോദന പ്രവാഹം. കേച്ചേരി പെരുമണ്ണ് സ്വദേശിനിയായ കെസ്നയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വീട്ടിലെത്തി അഭിനന്ദിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ പുരസ്കാരം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ടിന് IFSC വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ചടങ്ങിൽ തൃശൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് അധ്യാപകനായി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ടിന് പുരസ്കാരം സമ്മാനിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in. നമസ്കാരം.